US വമ്പൻ പദ്ധതികൾ പലതും പൊളിച്ചെടുക്കുകയാണ് റഷ്യ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ ഒരു അവസരം എന്ന് തന്നെയാണ് പറയേണ്ടത്. അറബ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇറാനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ശക്തമായി യൂറോപ്യൻ യൂണിയന്റെ നയങ്ങളെയും അമേരിക്കൻ നയങ്ങളെയും ഇസ്രായേൽ നയത്തെയും ഒരുപോലെ എതിർക്കുക. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഫലസ്തീനിൽ കാണിക്കുന്നത് ശരിക്കും ഇരട്ട നീതിയാണ്. യൂറോപ്യൻ യൂണിയൻ എന്തുകൊണ്ടാണ് കൃത്യമായും ഉക്രൈനെ സംരക്ഷിക്കുകയും എന്നാൽ ഫലസ്തീന്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത്? അവിടെ നടക്കുന്നത് വംശഹത്യയാണ്. ഉക്രൈനിൽ റഷ്യ നടത്തുന്നത് വംശഹത്യയല്ല, റഷ്യ നടത്തുന്നത് പോരാട്ടം തന്നെയാണ്. അത് പക്ഷേ കൃത്യമായും ആണവ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. കീവിലും കാർഖീവിലും നടത്തിയ പോരാട്ടങ്ങൾ അതിൻ്റെ ഫലമായിട്ടായിരുന്നു. എന്നാൽ ഫലസ്തീനിൽ ഇപ്പോഴും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഴിച്ചുവിടുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് അത് ഹമാസിനെ തുരത്താനാണ്, ഞങ്ങൾ ഹമാസിന്റെ തുരങ്കം കണ്ടുപിടിക്കാനാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് സുരക്ഷാ സമിതിയിൽ ഉൾപ്പെടെ റഷ്യ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, സുരക്ഷാ സമിതി അംഗങ്ങളായിട്ടുള്ള അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ഇവിടെ UN സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ രാജ്യങ്ങളാണ്. സുരക്ഷാ സമിതിയിൽ 5 അംഗങ്ങളേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അവിടെ അമേരിക്കയുടെ കാര്യങ്ങൾ മാത്രം ഏകദിശയിലേക്ക് കൊണ്ടുപോകാൻ നാൾക്ക് നാൾ ശ്രമിച്ചുവെങ്കിൽ റഷ്യ അതിനെ പൊളിച്ചടുക്കുകയാണ്. അമേരിക്ക ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ബാഹികമായെങ്കിലും റഷ്യ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം 2026 സമഗ്രമായ നീക്കങ്ങൾ ഉണ്ടാക്കും സോവിയറ്റ് യൂണിയൻ തിരികെ കൊണ്ടുവരാൻ. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് വലിയ തോതിൽ എല്ലാ തരത്തിലും പ്രകമ്പനം ഉണ്ടാക്കും, യൂറോപ്യൻ യൂണിയനെ പിളർത്തും എന്ന് തന്നെയാണ് റഷ്യ വെല്ലുവിളിച്ചിരിക്കുന്നത്. പലസ്തീൻ വിഷയം മാത്രമല്ല റഷ്യയുടെ മുന്നിൽ ഉള്ളത്. റഷ്യക്ക് പല പല ചർച്ചകളും ഉണ്ട്. മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ താല്പര്യങ്ങളെ പൊളിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് റഷ്യ. അവരാൽ കഴിയുന്ന രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള അമേരിക്കയുടെ കറൻസി ശക്തിയെ തകർക്കുക, ഡോളർ ശക്തിയെ തകർക്കുക എന്നുള്ളതും റഷ്യയുടെ ഏറ്റവും വലിയ ഒരു മനസ്സിലെ ആഗ്രഹമാണ്. അതിനുവേണ്ടിയും റഷ്യ പണിയെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാനും അറബ് രാജ്യങ്ങൾക്കും വളരെയധികം സൈനിക സഹായങ്ങൾ എത്തിച്ചു നൽകാൻ വേണ്ടിയും തയ്യാറെടുക്കുകയാണ്. ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേൽ ഇനി ഏതെങ്കിലും രീതിയിൽ ഇറാനെതിരെ നീക്കം തുടങ്ങിയാൽ റഷ്യ പണി തുടങ്ങും.